നമസ്കാരം. ഇന്ന് ജനുവരി 10, 1940 ജനുവരി 10-ാം തീയതിയാണ് മലയാളത്തിന് എന്നെന്നും അഭിമാനിക്കാവുന്ന ഒരു ജനനം നടന്നത്. സഹസ്രാബ്ദങ്ങൾ ചേർന്നാണ് ഒരു യുഗം ഉണ്ടാകുന്നത്. എന്നാൽ ചില മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് യുഗങ്ങൾ സൃഷ്ടിക്കും. ഒരു സംഗീത യുഗം സ്വന്തം ജീവിതം കൊണ്ട് സൃഷ്ടിച്ച മഹാനായ സംഗീതജ്ഞനാണ് നമ്മൾ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്ന എൻ്റെ യേശുദാസ് എന്ന മഹാത്ഭുതം. മലയാളത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ മറക്കാനാവാത്ത ആ നാദം നമ്മുടെ മഹാസൗഭാഗ്യങ്ങളിലൊന്നാണ്. 1940 ജനുവരി 10 യേശുദാസ് ജനിച്ചു. 65 ദിവസം കഴിഞ്ഞ് 1940 മാർച്ച് 16 ഞാൻ ജനിച്ചു. അദ്ദേഹം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ് 65-ാം ദിവസം ഞാൻ ഭൂമിയിലേക്ക് വന്നതിന് കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന് വേണ്ടി അനവധി ഗാനങ്ങൾ എഴുതാനുള്ള പുണ്യം എനിക്കുണ്ടായിരുന്നു. 1966 ആദ്യമായി എൻ്റെ ഗാനം യേശുദാസ് പാടുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 26 വയസ്സായിരുന്നു പ്രായം. കാട്ടുമല്ലിക എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയ താമരത്തോണിയിൽ താലോലമാടി താനേ തുഴഞ്ഞു വരും പെണ്ണെ എന്ന യുഗ്മഗാനം എസ് ജാനകിയോടൊപ്പം പഠിക്കുമ്പോഴാണ് ആദ്യമായി യേശുദാസിനെ കാണുന്നത്. ഒരു ചെറിയ കാറിൽ, മോറിസ് മൈനർ എന്ന് പറയുന്ന കാറിൽ, വെളുത്ത പെയിൻ്റടിച്ച കാറിൽ, വെളുത്ത പാൻറ്റും ഷർട്ടുമിട്ട് യേശുദാസ് വന്നിറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം യേശുദാസ് അതിനു മുമ്പ് തന്നെ സിനിമയിൽ പാടി പ്രശസ്തനായിരുന്നു. യേശുദാസ് ആദ്യമായിട്ട് 21-ാമത്തെ വയസ്സിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ പാടുമ്പോൾ ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ഒരേ പ്രായമായതുകൊണ്ട് ആദ്യ സന്ദർശനത്തിൽ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി. 1967 അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 27 വയസ്സുള്ളപ്പോൾ ചിത്രമേള എന്ന സിനിമ പ്രശസ്ത നടനായ TS മുത്തയ്യയുടെ നിർമ്മാണത്തിൽ പുറത്തു വന്നു. ചിത്രമേളയിലെ 8 പാട്ടുകളും യേശുദാസ് പാടി. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം എന്ന ഗാനം മുതൽ ആകാശദീപമേ ആർദ്രനക്ഷത്രം എന്ന ഗാനം വരെ ഉള്ള 8 പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി. ചിത്രമേളയാണ് ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ എൻ്റെ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചത് എൻ്റെ 27-ാം വയസ്സ്. അതിനുശേഷം എത്രയെത്ര പാട്ടുകൾ. ഹൃദയസാക്ഷിലെ പണയ പുഷ്പമേ ഇനി നിൻ കഥ പറയൂ എന്ന ഗാനം ആണ് ശ്രീകുമാരൻ ബി ദക്ഷിണാമൂർത്തി ടീം ഉണ്ടാക്കിയത്. ഹൃദയസാക്ഷിലെ പണയ പുഷ്പമേ എന്ന പാട്ട് കേട്ട മറ്റ് നിർമ്മാതാക്കൾ എന്തുകൊണ്ട് നമുക്ക് തമ്പിയെയും ദക്ഷിണാമൂർത്തിയെയും വിളിച്ചുകൂടാ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ യേശുദാസിൻ്റെ ശബ്ദം എൻ്റെ ഗാനങ്ങൾ പ്രശസ്തമാകുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ചരിത്രരംഗത്തെ വളർച്ചയിൽ യേശുദാസിൻ്റെ നാദത്തിന് ഒരു വലിയ പങ്കുണ്ട്. അത് ഞാൻ തുറന്നു പറയാനും അതിന് അദ്ദേഹത്തിന് നന്ദി പറയാനും കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഹൃദയസാക്ഷിയുടെ പ്രണയപുഷ്പമേ എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. പൊന്മയിൽ മണിക്കച്ചി അഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബരം ഉലഞ്ഞു വീണു.
എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി. പാടാം, നമുക്ക് പാടാം. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഇലഞ്ഞിപ്പൂമണ ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു. ആ ത്രിസന്ധതൻ അനഘമുദ്രകൾ ആരോമരെ നാം മറക്കുവതെങ്ങനെ? ആദ്യ സമാഗമ നിമിഷസ്പന്ദം ആത്മപ്രിയെ നാം മറക്കുവതെങ്ങനെ? 1000 അജന്താ ചിത്രങ്ങളിൽ ആ മഹാബലിപുര ശില്പങ്ങളിൽ ഇങ്ങനെ എത്രയെത്ര പാട്ടുകളാണ് എനിക്ക് വേണ്ടി യേശുദാസ് പാടിയത്. 50 വർഷം കഴിഞ്ഞിട്ടും മധ്യവയസ്കരായ ആ പാട്ടുകൾ ഇന്നും ചെറിയ കുഞ്ഞുങ്ങളുടെ ചുണ്ടുകളിൽ പോലും നിരന്തരം പറന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുദാസിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. എൻ്റെ യേശു എന്ന പേരിൽ ഞാൻ യേശുദാസിനെ പറ്റി എഴുതിയ ഒരു ചെറിയ കവിതയുണ്ട്. അതും ഞാൻ എൻ്റെ പേജിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ചേർന്ന് യേശുദാസിന് നന്മകൾ നേരാം, ദീർഘായുസ് നേരാം. കാരണം മനുഷ്യൻ്റെ ആയുസ് 120 വർഷമാണ്. യേശുദാസ് ഒരു യുഗമാണ്, ഒരു സംഗീത യുഗമാണ്. മനസ്സ് നിറഞ്ഞ് നമ്മൾ ഗാനഗന്ധർവ് എന്ന് വിളിച്ച പ്രതിഭയാണ്. അദ്ദേഹത്തിന് ഒരു മനുഷ്യായുസ് എത്രമാത്രം ഉണ്ടോ അത്രയും ലഭിക്കട്ടെ. അത്രയും കാലം ഈ യുഗം അവസാനിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ യേശുദാസിനോടൊപ്പം മൂകാംബികയിൽ ഇരിക്കേണ്ടതാണ്. പക്ഷേ സഹജമായ എൻ്റെ ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ എനിക്ക് ആ യാത്ര ഒഴിവാക്കേണ്ടി വന്നു. എങ്കിലും യേശുദാസിനോടൊപ്പം എൻ്റെ മനസ്സ് മൂകാംബിക ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. യേശുദാസ് സരസ്വതി മണ്ഡപത്തിൽ പാടുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിലിരിപ്പുണ്ട്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാക്ഷാൽ മൂകാംബികയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മൂകാംബികയുടെ അനുഗ്രഹം കിട്ടിയ 2 സഹോദരങ്ങളാണ് ഞങ്ങൾ. ആ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത്, ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചത്, ഒരുപാട് ഇണങ്ങാനും ഇടയ്ക്ക് സ്വാതന്ത്ര്യമെടുത്ത് പിണങ്ങാനും സാധിച്ചത്. അതിന് ഈ സർവസാക്ഷിയായ ഈ കോസ്മിക് എനർജിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് യേശുദാസിന്, നമ്മുടെ ഗാനഗന്ധർവന്, എൻ്റെ യേശുവിന് ജന്മദിനാശംസകൾ നേരാം. അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.